എല്ലാവർക്കും നമസ്കാരം. പച്ചമുളകും ഉള്ളിയും ചേർത്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇന്നത്തെ റെസിപ്പി. ചോറിന് കൂടെയും കപ്പയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. കല്ലില്ലാതെ എങ്ങനെയാണ് മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 കൈപ്പിടി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഈ ഒരു ചമ്മന്തിക്ക് സവാള ഉപയോഗിക്കരുത്, ചെറിയുള്ളി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയുള്ളിയുടെ കൂടെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ചേർക്കാം, അതല്ല പച്ചമുളകാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 3 മുളക് ചേർക്കാം. ഞാനിവിടെ വലിയ മുളകായതുകൊണ്ട് 2 മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർക്കാം. പാകത്തിനുള്ള എരിവെന്ന് പറയുന്നത് ഒരു 3 തൊട്ട് 4 എണ്ണം വരെയൊക്കെ ഓക്കെ ആയിരിക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാം. ഈ ഒരു ചമ്മന്തി കല്ലിലാണ് സാധാരണ ചതച്ചെടുക്കൽ. കല്ലില്ലാതെ മിക്സിയിൽ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ ചമ്മന്തി അല്ലെങ്കിൽ മിക്സിയിൽ എന്തെങ്കിലും അരക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്, വലതുവശത്തേക്കാണ് തിരിച്ചു കൊടുക്കാറ്. അതിന് പകരമായിട്ട് എല്ലാ മിക്സികളിലും ഒരു വിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇടത് സൈഡിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ചമ്മന്തിയൊക്കെ ചതച്ചെടുക്കുമ്പോൾ ജസ്റ്റ് വളരെ കുറച്ച് നേരം, 1 സെക്കൻഡിൽ താഴെ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതും ഒരു പ്രാവശ്യമല്ല, ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ മാക്സിമം 3 പ്രാവശ്യം വിപ്പ് ചെയ്യുക. അപ്പോഴേക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ചമ്മന്തി റെഡിയായി കിട്ടും. ഒരുപാടൊന്നും അരഞ്ഞു പോവാതെ നല്ലതുപോലെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചമ്മന്തിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി, നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാം. എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. കപ്പയുടെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. പച്ചമുളകിന് പകരം കാന്താരി മുളക് കൂടിയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.